എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഏകദേശം നോർത്ത് ഇന്ത്യയിൽ, അതായത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളായ യു പി, രാജസ്ഥാൻ, ഹരിയാന പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സ്റ്റേറ്റുകളാണ്, ഇവിടെ ഇത്രയും സീറ്റുകൾ എങ്ങനെയാണ് കുറയാനുണ്ടായ കാരണം ചോദ്യമാണ്. കാരണം ഞാൻ ആ ടാലി എടുത്തു നോക്കി, ഇവരുടെ ഭൂരിപക്ഷം എടുത്തു നോക്കി, എങ്ങനെയാണ് ഇത്രയും സീറ്റുകൾ കുറയാനുണ്ടായ കാരണം? കാരണം എനിക്ക് ഈ പ്രദേശങ്ങളുമായിട്ടൊക്കെ അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പല ട്വിറ്ററിലും ഒക്കെ വരുന്നുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കൺസോളിഡേറ്റ് ആയിട്ട് എസ് പിക്ക് വേണ്ടി വോട്ട് ചെയ്തു, ആൻറ്റി ബി ജെ പി ആയിട്ട് വോട്ട് ചെയ്തു. അതായത് മറ്റുള്ളവരെ കുറ്റം പറയുവാണ്. അപ്പം ഇപ്പോൾ ഈ 2014 2019 വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റി ആർക്കാണ് വോട്ട് ചെയ്തത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്ന് പറയുന്ന, മോദി നയിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ സോളിഡായിട്ട് വോട്ട് ചെയ്താൽ പോലും, എൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരവാണ്, അതിന് മുകളിലേക്കാണ് ഇത് ജയിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ് 2 പ്രാവശ്യം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈ ബൈ ഇലക്ഷൻ നടന്നു, റാംപൂരിലാണെങ്കിലും മറ്റ് പല ഭാഗത്തും. ഇവിടെയും ജയിച്ചേക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ചില ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തും ബി ജെ പി കാൻഡിഡേറ്റ് ജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വിസിബിളാണ്, ഇതൊക്കെ ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പം അടുത്ത ചോദ്യം, അപ്പം എന്തുകൊണ്ടാണ് ഇതേപോലെ തോൽവി അവിടെ എസ് പിക്ക് കൂടുതൽ സീറ്റ് കിട്ടാനും, അതായത് ഇന്ത്യ മുന്നണിക്ക് സീറ്റ് കിട്ടാനുണ്ടായ കാരണം? ഇപ്പോൾ ഹരിയാനയിൽ അവിടെ എത്ര ശതമാനം മുസ്ലിംസ് ഉണ്ട്? അപ്പോൾ അവിടെ അത്രയും ബി ജെ പി അത്രയും തോൽവി ഏറ്റുവാങ്ങാൻ കാരണം എന്താണ്? അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രാജസ്ഥാൻ്റെ ആ സെക്ടർ എടുത്ത് നോക്കുക, അവിടെ തോറ്റ ഭാഗം, അവിടെ മുസ്ലിങ്ങളിൽ 1% 2% ഉള്ളൂ. അപ്പം ഇതിനൊക്കെ മുകളിലാണ് ബി ജെ പി അവിടെ ജയിച്ചു കൊണ്ടിരുന്നത്. അതായത് കൺസോളിഡേറ്റ് ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ആൻറ്റി ബി ജെ പി ആയിട്ട് വോട്ട് ചെയ്യുമ്പോൾ പോലും അവിടെ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് ചുമ്മാ വിടുവാത്തരം ആൾക്കാരെ കുറ്റം പറയുന്ന രീതിയിലുള്ള സംഭവമാണ്. അതൊന്നുമല്ല ഇവിടെ സംഭവിച്ചത്. ഒരു ഉദാഹരണം പറയാം. അതായത് ഫൈസലാബാദ്, അതായത് അയോധ്യ ഉൾപ്പെടുന്ന, അവിടെ 8 കോൺസ്റ്റിറ്റ്യുവൻസി ആണുള്ളത്. 6 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എസ് പി ജയിച്ചു. അയോധ്യ ഫൗണ്ടേഷൻ്റെ, അതായത് ആ മന്ദിറിൻ്റെ ആ ട്രസ്റ്റിൻ്റെ ലലൻ സിംഗ് ഉൾപ്പെടെ തോറ്റു. അത് പണിയുന്നത് നിർബൻ മിശ്രയുടെ മകൻ സങ്കേത് മിശ്ര, ആ പയ്യനും തോറ്റു. അയാളുടെ മകനാണ്, അയാളും തോറ്റു. അപ്പോൾ 6 സീറ്റ് എങ്ങനെയാണ് അവിടെ ബി ജെ പി തോൽക്കുന്നത്? ആലോചിച്ച് നോക്കുക. അവിടെ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? ഈ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ അവിടെ ട്രാവൽ ചെയ്തോളം എനിക്ക് മനസ്സിലായൊരു സംഭവം, അതായത് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റാണ് നേരത്തെ, അൺഎംപ്ലോയ്മെൻറ്റ്. അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്, ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട അഗ്നിവീർ. അത് നല്ലൊരു സ്കീമാണ്. 4 വർഷം അവിടെ ഇത് ചെയ്യും, അതിനുശേഷം 25 ലക്ഷം രൂപ കൊടുക്കും. അവർക്ക് +2 കഴിഞ്ഞവർക്ക് ഗ്രാജുവേഷനും, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് +2 സർട്ടിഫിക്കറ്റും കൊടുക്കും. ഇത് ബേസിക്കലി ചെറുപ്പക്കാരുടെ ഇടയിൽ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പട്ടാളക്കാരുള്ള ഫാമിലി, ചെറുപ്പക്കാരുടെ ഇടയിൽ പട്ടാളത്തിൽ പോകണം എന്ന് താല്പര്യമുള്ള ഒരു കൂട്ടരുണ്ട്. നിങ്ങൾക്കറിയാം, അത് യു പിയിലും ഹരിയാന ജാട്ട് കമ്മ്യൂണിറ്റി, യു പിയിലുള്ള വലിയൊരു കമ്മ്യൂണിറ്റി, ഈ രാജസ്ഥാനിലെ ആ സെക്ടർ, ജാട്ടുള്ള സെക്ടർ, ഇതിൽ ചെറുപ്പക്കാർക്ക് മുഴുവനും ഇത് പ്രശ്നമുണ്ടാക്കി. കാരണം എന്നോട് പറഞ്ഞ 4 സാൽ കെ ബാദ്, അതായത് 4 വർഷം പട്ടാളത്തിൽ പോയിട്ട് പിന്നെ ഞാനെന്തോ ചെയ്യും? 25 ലക്ഷം കൊണ്ട് ഞാനെന്തോ ചെയ്യാൻ പറ്റും? ഞാൻ എന്തുവാണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ച പല ചെറുപ്പക്കാരെ എനിക്കറിയാം. അതായത് അവർക്ക് അൺസർട്ടനിറ്റി ഉണ്ടായത്. മനസ്സിലാക്കുക, 2014 19 18 35 വയസ്സുള്ള ചെറുപ്പക്കാരും മുഴുവനും വോട്ട് ചെയ്തേക്കുന്നത് ബി ജെ പിക്കാണ്. അതാണ് ആ ഒരു ഷിഫ്റ്റ്. യങ് ജനറേഷൻ ആൻറ്റി മോദിയായിട്ടും ആൻറ്റി ബി ജെ പി ആയിട്ടും വോട്ട് ചെയ്തതിന് കാരണമുണ്ട്. ഇതൊരു കാരണം തന്നെയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകൾ കടന്നു കഴിഞ്ഞപ്പം എൻ്റെ ഒരു സമീപനം ഉണ്ടായിരുന്നു. ഈ അഗ്നിവീർ കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് വരുന്നവർക്ക്, അവർക്ക് 1 വർഷത്തെ സ്കൂളുകളിലെ പഠിപ്പിക്കുവാനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഞാനത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ
പ്രൈമറി എഡ്യൂക്കേഷനും സ്കൂൾ എഡ്യൂക്കേഷനും ഗ്രാമതലങ്ങൾ, ഞാൻ സിറ്റി അല്ല പറയുന്നത്, വളരെ മോശമാണ്. കാരണം നല്ല ഫാക്കൽറ്റി ഒന്നും കിട്ടുന്നില്ല. അപ്പം എന്തുകൊണ്ട് ഇവരിവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവർക്ക് 1 വർഷത്തെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള അവരെ 10 വർഷത്തേക്ക് ടീച്ചേഴ്സായിട്ട് എടുക്കുകയും അത് വലിയൊരു മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പം ഇവർക്കൊരു ഹോപ്പ് കൊടുക്കണ്ടായോ? അതായത് 4 വർഷം വരുന്നവർക്ക് പിന്നീട് അവർ എന്ത് ചെയ്യും? 25 ലക്ഷം എന്ന് പറയാൻ അവർ വീട്ടിലോട്ട് പോകും. കാരണം ആ പ്രായമേ ഉള്ളൂ. അതെ, 23, 24 വയസ്സ് കഴിഞ്ഞ് വരുന്ന ഈ ചെറുപ്പക്കാർ പിന്നെ എന്ത് ചെയ്യും? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗ്രാമതലങ്ങളിലെ ചെറുപ്പക്കാർ ആൻറ്റി BJP ആയിട്ട് വോട്ട് ചെയ്തു. ഇതൊരു ഘടകമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ രാമക്ഷേത്രവും ക്ഷേത്രങ്ങൾ ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ക്ഷേത്രമൊന്നും പ്രശ്നമല്ല. ആർക്ക് വേണം ഈ ക്ഷേത്രം? ഈ ക്ഷേത്രം കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ പറ്റുമോ? ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ BJP ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്രവും പരിപാടിയും രാമക്ഷേത്രവും പരിപാടിയും ഒക്കെ മാറ്റിയിട്ട് ഈ ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക്, അതായത് പുതിയ ജനറേഷന് കൊടുക്കേണ്ട ഹോപ്പുണ്ട്, അതിലോട്ട് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇതേപോലെയുള്ള തോൽവി UP-യിലും ഉണ്ടാകത്തില്ല, രാജസ്ഥാനിലും ഉണ്ടാകത്തില്ല, പ്രത്യേകിച്ച് ഹരിയാനയിലും ഉണ്ടാകത്തില്ല. കാരണം ഈ ചെറുപ്പക്കാർ, അതായത് പുതിയ വോട്ടേഴ്സും ചെറുപ്പക്കാർ, അതായത് 18 മുതൽ 35 വയസ്സ്, ഇവരാണ് വളരെ ക്രൂഷ്യലാണ് സംഭവം. ഇവരുടെ വോട്ട് ഇപ്രാവശ്യം വലിയ രീതിയിൽ BJP-യിൽ നിന്നും SP-യിലോട്ടും, അതേപോലെ ഹരിയാനയിലത് കോൺഗ്രസ്സിലോട്ടും, രാജസ്ഥാനിലത് കോൺഗ്രസ്സിലോട്ടും പോയി. ഈ ബെൽറ്റുകളെല്ലാം നിങ്ങൾ നോക്കുക, ഈസ്റ്റേണും വെസ്റ്റേൺ UP ആണെങ്കിൽ ആ ഭാഗം. ഇനി മറ്റൊരു പോയിന്റ്, ഈ ദളിത് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അവിടെ മുസ്ലിംസ് ഉള്ളത്? അവിടെയൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. അത് ദളിറ്റ്സാണ് കൂടുതൽ, ജാറ്റവ കമ്മ്യൂണിറ്റി. ഇവരെന്തുവിനാ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നിടത്ത് ആൻറ്റി മോദിയായിട്ട് വോട്ട് ചെയ്യുന്നു? ഇവരെല്ലാം നരേന്ദ്രമോദിക്കും BJP-ക്കും വോട്ട് ചെയ്തവരാണ്. അതായത് മായാവതിയുടെ ആ ഒരു പ്രഭാവം തീർന്ന ശേഷം ഇവരെന്തുവിനാ മാറ്റി വോട്ട് ചെയ്തത്? അതല്ല, നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല ഇതിൻ്റെ അകത്തെ പ്രശ്നം. UP-യിൽ ഉത്തർപ്രദേശിലെ അവിടുത്തെ വോട്ടിൻ്റെ പെർസെൻറ്റേജും അവരുടെ അടുത്ത് ലീഡും എടുത്ത് നോക്കുക. അവിടെ എവിടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത്? ചില കോൺസ്റ്റിറ്റ്യുവൻസി 3-4%. അവർക്കെന്ത് തീരുമാനിക്കാൻ പറ്റും? ഇത് സിമ്പിളായിട്ട് അരിത്തമെറ്റിക്, ഇത് വലിയ ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അതായത് ഈ പറയുന്ന പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാർ, അത് ഞാൻ അടുത്തൊരു പോയിന്റ് പറയാം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പം 12, 14, 15 വയസ്സുള്ള ചെറുപ്പക്കാർ ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ അതിനുശേഷം അവർ ഫസ്റ്റ് ടൈം വോട്ടേഴ്സാണ് അവരുടെ വീടുകൾ ഉൾപ്പെടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് 10 വർഷം നരേന്ദ്രമോദിയുടെ ഭരണം വന്നു കഴിയുമ്പോൾ അവർക്ക് ഏകദേശം പലർക്കും 30 വയസ്സുള്ളവരുണ്ട്, 28 വയസ്സുണ്ട്. ഇവരൊക്കെ ഈ പറയുന്ന ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്ന പട്ടാളത്തിൽ പോകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ. ജാട്ട് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ജാട്ട് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും മറ്റ് പല കമ്മ്യൂണിറ്റി, രാജ്പുറ്റും, ഇതിലെല്ലായിടത്തും ഈ സംഭവം വളരെ വിസിബിളാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കാരണം എനിക്കറിയാവുന്നതാണ്. അപ്പം അവരുടെ ആ പ്രതീക്ഷ, ഈ അഗ്നിവീർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. അതിനുശേഷം എന്താണ് എന്നുള്ളത് ഈ പറയുന്ന ഗവൺമെൻറ്റും ഈ പറയുന്ന BJP-യും ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ, ഇവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇത് വലിയ മാറ്റമുണ്ട്. കാരണം ഒരാളിപ്പോൾ പട്ടാളത്തിൽ പോകുന്നു, ആ വീട്ടിൽ എത്ര വോട്ടുണ്ട് ആലോചിച്ച് നോക്കണം. അതായത് ചെറുപ്പക്കാർക്കുള്ള പ്രതീക്ഷ. ഇപ്പം മോദി തന്നെയാണ് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ, BJP തന്നെയാണ് വലിയ ഹൈലൈറ്റ് ചെയ്യുന്ന ഇന്ത്യ മുഴുവനും ഞങ്ങൾ മാറ്റും. പക്ഷേ ഈ മാറ്റമൊന്നും ഈ ഗ്രൗണ്ടിൽ വരുന്നില്ല. പട്ടാളത്തിൽ പോലും ജോലി കിട്ടുന്നില്ല. 4 വർഷം കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? ഈ ചോദ്യമാണ്. അതായത് പലയിടത്തും പറയുന്നത് പാരാമിലിറ്ററി ഫോഴ്സിലൊക്കെ 5%, 6%. ഇതൊന്നും ഫുൾഫിൽ ചെയ്യുന്ന സംഭവമല്ല. ഇവർക്കൊരു ചലഞ്ചായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊടുക്കുവാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് പ്ലാറ്റ്ഫോമാണ് ഇവർക്ക് കൊടുത്തത്? അപ്പം ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന എഡ്യൂക്കേഷൻ സെക്ടറിൽ, പ്രത്യേകിച്ച് റൂറൽ സെക്ടറിൽ ഇവരെ 10 വർഷത്തേക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവരെ അയക്കുവാണെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മാറും. കാരണം ആ മോശമായ ഫാക്കൽറ്റി മാറും. 10-15 വർഷം കഴിയുമ്പം വ്യക്തമായ ധാരണയിലോട്ട് ഈ അഗ്നിവീറിലുള്ളവർ അവർക്കൊരു പുതിയ പ്രതീക്ഷയായി മാറും. ഇത് കൊടുക്കേണ്ടതിന് പകരം അഗ്നിവീർ എന്നൊരു സംഭവം ഉണ്ടാക്കിയിട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലും
കൺഫ്യൂസ്ഡും ചെറുപ്പക്കാരും മാറി. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കേണ്ടത്, യു പിയിലും ഈ പറയുന്ന ജാട്ട് മേഖല, അതായത് ഹരിയാനയിലെ രാജസ്ഥാൻ്റെ ആ ബെൽറ്റും യു പിയുടെ ആ ബെൽറ്റും ഇവിടെ ബി ജെ പിക്കും മോദിക്കും വലിയ അടിയാണ് കിട്ടിയത്. ഇതിനകത്ത് മുസ്ലിമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന റാം ക്ഷേത്രവും കൃഷ്ണ ഇതിനോട് താല്പര്യമൊന്നുമില്ല. കാരണം പുതിയ ജനറേഷനെ മനസ്സിലാക്കുവാൻ 2024 മോദി സർക്കാരിന് വലിയ പരാജയമാണ് ഉണ്ടായത്.